താങ്കളുടെ നിഗമനം തെറ്റാണ്. അവരത്ര എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല. അവരുടെ സൈന്യത്തിന്റെ പരിശീലകൻ ആരാണെന്നറിയാമോ? ക്ഷത്രിയ വംശജനായ യോദ്ധാവ് കാലഭൈരവൻ. ആ വംശത്തിൽ ജനിച്ച ഓരോരുത്തരും 100 ശത്രുക്കളെയെങ്കിലും കൊന്നിരിക്കും. അവർ സൃഷ്ടിച്ച ഈ ആയുധം കാരണം ആരും അവരെ എതിർത്ത് നിൽക്കാൻ തുനിഞ്ഞില്ല. ഖാൻ സാർ എന്ന പേരുച്ചരിക്കാൻ പോലും ആളുകൾ ഭയന്നു. ഭയമെന്ന വികാരത്തിൽ മുതൽ മുടക്കി അവർ ഈ വ്യാപാരത്തിനെ ഏറ്റവും ലാഭകരമാക്കി മാറ്റി. ഗോത്രങ്ങളുടെ വയലന്റ് നേച്ചർ അറിയാമായിരുന്ന ശിവമന്നാർ അതിസമ്പന്നതയിലേക്ക് കുതിക്കുന്ന ഖാൻ സാറിനെ ഒരു നിയമത്തിന് കീഴിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. എല്ലാവരും പാലിക്കേണ്ട കർശനമായ നിയമങ്ങൾ അടങ്ങുന്ന ആ സംഹിതയ്ക്ക് നിബന്ധന എന്ന് പേര് വെച്ചു. ആ നിബന്ധന പ്രകാരം ഖാൻ സാറിനെ 101 പ്രവിശ്യകളായി തിരിച്ച് ഓരോ പ്രവിശ്യയ്ക്കും ഓരോ തലവന്മാരെ നിയോഗിച്ച് അവരുടെ അധികാര ചിഹ്നമായി കൈത്തളകൾ രൂപകൽപ്പന ചെയ്തു. ഗോത്രവീരന്മാരെ 3 വർഗങ്ങളായി തരംതിരിച്ചു.